വാശിയേറിയ പോരാട്ടം ത്രികോണ മത്സരം നടന്ന മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ ആറന്മുളയിലെ കണക്കുകൾ കൂടി വളരെ പ്രധാനമാണ്. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഇക്കുറി വോട്ട് കുറഞ്ഞിരിക്കുന്നു. 21,920 വോട്ടിന്റെ കുറവാണ് ഉണ്ടായത്. 2021 പോൾ ചെയ്ത വോട്ടിലും ഇക്കുറി കുറവുണ്ടായി. ആകെ വോട്ടിലും പോൾ ചെയ്ത വോട്ടിലും കുറവ് വന്നത് UDFന് അനുകൂലമാകുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ശതമാനക്കണക്കിൽ കാര്യമില്ല എന്നാണ് LDF പറയുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, നേരത്തെ CPM-ന്റെ വിലയിരുത്തൽ വന്നത് ഈ ഭൂരിപക്ഷം കുറയുമെങ്കിൽ പോലും ഏതാണ്ട് 5,000 മുതൽ 7,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചേക്കും വീണ ജോർജ് തന്നെ എന്നതായിരുന്നു. പക്ഷേ UDF വലിയ ആത്മവിശ്വാസം പുലർത്തുന്നുണ്ട്. നല്ല മാർജിനിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും അബിൻ വർക്കി എന്നതാണല്ലോ UDFന്റെ കണക്കുകൂട്ടൽ. നിലവിൽ ഈ പോളിംഗ് ശതമാനവും അതിന്റെ കണക്കുകളും ഈ കുറഞ്ഞതും ഒക്കെ ചേർത്ത് വായിക്കുമ്പോൾ എന്താണ് വിലയിരുത്തേണ്ടത്? അഭിനിത, ആകെ വോട്ടിലും ഒപ്പം തന്നെ പോൾ ചെയ്ത വോട്ടിലും കുറവ് വന്നത് തങ്ങൾക്ക് ക്ഷീണമാകില്ല എന്നാണ് ഇപ്പോൾ UDF നേതൃത്വം പറയുന്നത്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ന് UDF നേതൃത്വം പറയുന്നത്. അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഈ SIR വന്നതിന് ശേഷം വ്യാജ വോട്ടുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. മറ്റൊന്ന്, ഈ മരണമടഞ്ഞ വോട്ടർമാരുടെ എണ്ണം കൃത്യമായി വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. UDF ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ആയി ഉന്നയിക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വലിയ തോതിൽ വ്യാജ വോട്ടുകൾ, കള്ളവോട്ടുകൾ ചെയ്തിരുന്നു. പക്ഷേ ഇക്കുറി അത്തരത്തിൽ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം കൃത്യമായിട്ടുള്ള ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണമടഞ്ഞവരുടെ പേരുകളൊക്കെ മാറ്റൽ, അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന്റെ അത്തരം തന്ത്രങ്ങൾ ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലിച്ചില്ല എന്നാണ് UDF നേതൃത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആകെ പോൾ ചെയ്ത വോട്ടിൽ കുറവ് വന്നു, ഒപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ആളുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്. അതൊന്നും UDFന് ക്ഷീണമാകില്ല എന്ന് UDF നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം തന്നെ LDF നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. 2026 ആകെ വോട്ട് 5168. 2021 ആകെ വോട്ടും ഒപ്പം തന്നെ പോൾ ചെയ്ത വോട്ടിലും അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വളരെ കുറവ് വന്നത് അത് ഒരു രീതിയിലും LDFനെ ബാധിക്കില്ല എന്ന് LDF നേതൃത്വവും വ്യക്തമാക്കുന്നു. ഈ ശതമാനക്കണക്കിലൊന്നും തങ്ങൾ വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തന്നെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ ബൂത്തുകളിൽ നിന്നുള്ള കണക്കെടുപ്പ് LDFന്റെ നേതൃത്വം എടുത്തിരുന്നു. CPM ജില്ലാ കമ്മിറ്റി തന്നെ അത്തരം കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ആറന്മുളയിൽ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് CPIM ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നു എന്ന് പറഞ്ഞെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ LDFന്റെ വിജയത്തെ ഇല്ലാതാക്കുന്നില്ല എന്ന് LDF നേതൃത്വം വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ രണ്ട് മുന്നണിയും ഒരേ രീതിയിൽ പറയുന്നത് ആകെ പോൾ ചെയ്ത വോട്ടും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്ത പ്രക്രിയയും ഒന്നും തങ്ങളുടെ വിജയത്തെ ബാധിക്കില്ല എന്ന് തന്നെയാണ്. വിനീത. ശരി, പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.